ഈ മരഞ്ചാടി മനസ്സും വെച്ചോണ്ട് എങ്ങനാ ജോമോനെ നീ 3 വർഷം ലണ്ടനിൽ കഴിഞ്ഞത്? അളിയൊരു കാര്യം അറിയോ? എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ ഹരിശ്രീ പഠിച്ച കുടിപ്പള്ളിക്കുടം തൊട്ടല്ല എന്റെ മനസ്സിൽ മിന്നി മറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ, നമ്മുടെ പെണ്ണെങ്ങനുണ്ട്? ഏത് പെണ്ണ്? മുൻഷി സാറിന്റെ മോളെ. അയ്യോ, അവളുടെ കല്യാണം കഴിച്ച് കൊച്ചു വന്നായി. റിയലി? അയ്യോ, നല്ല പെണ്ണായിരുന്നു. മറ്റേ പെണ്ണോ? ആ പപ്പടക്കാരന്റെ മോള്. ആ റെയിൽവേ ഗേറ്റിനടുത്തുള്ളത് ഓർമ്മയില്ലേ? പണ്ട് നമ്മൾ എന്നും പപ്പടം വാങ്ങിക്കാനെന്നും പറഞ്ഞ് ഇവിടെ പോയിക്കൊണ്ടിരുന്നത് അവളെ കാണാൻ വേണ്ടി മാത്രം. അയ്യോ, അവളിപ്പം പപ്പടം പോലെ ആയിപ്പോയില്ലേ? കണ്ടറിയില്ല. എന്തു പറ്റി? ദാരിദ്ര്യം. അയ്യോ, കഷ്ടം. 3 വർഷം ലണ്ടനിൽ കഴിഞ്ഞിട്ട് നീ കഴിഞ്ഞതൊന്നും മറന്നില്ലല്ലോ ഡോക്ടറെ. അപ്പൊ എന്തോ ഉദ്ദേശം? ശ്രീകൃഷ്ണനായിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും രമിച്ചും കഴിഞ്ഞുകൂടാനാണോ? അമ്മാമ്മ ആശുപത്രി കിട്ടിയിട്ടിരിക്കുക, വന്ന ഉടനെ ഡോക്ടറെ ഏൽപ്പിക്കാൻ. അതെനിക്ക് ഇഷ്ടമല്ലല്ലേ. അവിടെ ആരും എന്നെ ഡോക്ടറായി കാണില്ല. എല്ലാവർക്കും ഞാനൊരു മുതലാളിയായിരിക്കും. അതിനൊരു ത്രില്ലില്ല. എന്റെ സങ്കല്പം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന്റെ ഒരു ഒഴിഞ്ഞ കോണിൽ പച്ച നിറഞ്ഞ കുന്നിൻ ചെരുവിൽ ഒരു കൊച്ചു ക്ലിനിക്ക്, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള നാട്ടുകാർ, സ്നേഹമുള്ള രോഗികൾ, എല്ലാവരുടെയും സ്നേഹം കൊണ്ട് എന്റെ ഉള്ളിൽ നിറയണം. അതൊക്കെ നമുക്ക് നിറയ്ക്കാം. തൽക്കാലം നീ വീട്ടിൽ പോ. ഇരിക്കുന്നു, നമുക്ക് അല്പട സ്വറ പറയാം. എനിക്ക് സൗകര്യപ്പെടില്ല. നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നിന്റെ അമ്മാമ്മയാ. അവർക്കിനി ബൈബിൾ വായിച്ച് കാലം കഴിക്കേണ്ട കാര്യമുള്ളൂ. എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതേ എന്റെ പെങ്ങളാ. സ്വപ്നം കാണുന്ന പ്രായം അവളുടെ. അവിടെയാണ് ഈ കാവൽക്കാരന്റെ ആവശ്യം. എഴി. അവളുടെ സ്വപ്നങ്ങളെല്ലാം മൊത്ത വിലക്ക് ഞാൻ വിൽക്കാൻ പോവാ. വല്ല ആലോചന? നല്ല ഒരെണ്ണം ഒത്തു വന്നിട്ടുണ്ട്. ആള് ബിയക്കാരനാണ്. ഇത്തിരി സ്വർണ്ണ അയാൾ കൂടുതൽ ചോദിക്കുന്നുള്ളൂ. എന്റെ വാശിയായിരുന്നു എന്റെ പെങ്ങളെ ഒരു ഡിഗ്രിക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. ഞാൻ പഠിക്കാത്തോണ്ടാ. എങ്ങനെങ്കിലും ഞാനത് നടത്തും. നമ്മളത് നടത്തും. ഓക്കെ. എവിടെയാ എന്റെ നാട്? പത്തനംതിട്ട. പത്തനംതിട്ട എവിടെയാ? കുരിശുപള്ളി അറിയോ? കുരിശുപള്ളിയുടെ തെക്കോ വടക്കോ? നീ അടുക്കളയിലോട്ട് ചെല്ലേ. കുരിശുപള്ളിയുടെ തെക്കല്ല, കൊട്ടിയമ്പലത്തിന്റെ വടക്ക്. നിനക്ക് ഈ വേണ്ടാത്തൊക്കെ അവളോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മാമ ഇരിക്കേ. ഞാനേ പത്തനംതിട്ട കണ്ടിട്ട് പോലുമില്ല. പക്ഷെ സൗമ്യമായ 2 വർത്തമാനം അവളോട് പറഞ്ഞില്ലെങ്കിലേ അവൾക്ക് തോന്നില്ലേ ഞാൻ ലണ്ടനിൽ നിന്നൊരു തണ്ടനാണെന്ന്? തോന്നിക്കോട്ടെ. നീ ആരാ? നീ ഒരു ഡോക്ടറാ? എന്താ ഡോക്ടറായ പെണ്ണുങ്ങളോട് മിണ്ടാൻ പാടില്ലേ? മിണ്ടേണ്ടവരടുത്ത് മിണ്ടേണ്ട മാതിരി മിണ്ടിയാ മതി. അയ്യോ എന്റെ അമ്മാമേ, കൂടുതൽ സംസാരിച്ച് മിടിക്കണമെന്ന് നോക്കണ്ട. നിന്റെ അപ്പനെയാ ഞാൻ ആദ്യം കണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇത് എന്ത് വേഷാ ഇത്? ഷോർട്ട്സും പിന്നീനും. നിനക്കൊരു മുണ്ടെടുത്ത് കൊടുത്തൂടെ? അയ്യോ, എന്തൊരു ചൂടാ അമ്മയുടെ. രാത്രി ഉറങ്ങാൻ നേരത്ത് ഷോർട്ട്സും പിന്നീനും ആണെങ്കിൽ ഭയങ്കര ഫ്രീ ആയി. അതൊക്കെ ലണ്ടനിൽ. ഇവിടെയാണെങ്കിൽ നിന്റെ ബെഡ്റൂമിൽ. താഴെയാണ് വരുന്നെങ്കിൽ നേരെ ചെവ്വേ ഒരു മുണ്ടെടുത്ത് കൊടുത്തോണ്ട് വരണം. ഇവിടെ പ്രായമായ ഒരു പെണ്ണുള്ളതാ. എന്നാ പെണ്ണെ ഞൊളി. എന്തിന്? എനിക്കൊരു സ്പൂൺ വേണം. ഞാൻ എടുത്തുന്ന പോരെയായിരിക്കും. ഓക്കെ. ഇവിടെ അമ്മാമ്മയ്ക്ക് ആകെ ഉള്ള കൂട്ട് അമ്മാമ്മയുടെ ശ്വാസം മാത്രം. ചിലപ്പോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, നീ ദൂരെ എവിടെയോ നിന്നാ അമ്മാമേ അമ്മാമേന്ന് വിളിക്കുന്നു. ഇപ്പൊ മനസ്സിലായി. നമുക്ക് വഴി ഉണ്ടാക്കാം. ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. 10-60 വയസ്സ് കഴിയുമ്പോഴേ നമ്മുടെ ബ്രെയിൻ സെൽസ് കുറേശ്ശെ ദ്രവിച്ചു പോകാൻ തുടങ്ങും. ചിലർക്ക് ആ സമയത്ത് ചെറിയ തോതിൽ വട്ടളകാൻ തുടങ്ങും. അത് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. നിനക്ക് തമാശയാ. എന്റെ ഉള്ളിൽ ആദ്യ. എന്തിന്? അമ്മാമ്മയ്ക്ക് വയസ്സ് എത്രയെന്നറിയാമോ നിനക്ക്? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അമ്മാമ്മ ചെറുപ്പമായി കൊണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അമ്മാമ്മ സ്മാർട്ടായിരിക്കുക. കുറച്ചുകൂടെ ട്രിമ്മായി. തലയിലെ നരയെല്ലാം കറുത്തു. എന്തോന്നാ അതിന്റെ രഹസ്യം? അപ്പന്റെ ആ കൊച്ചു വർത്താനവും കള്ളത്തരവും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുള്ള കാര്യം? എന്നാൽ എന്റെ വർഗീസ് കുട്ടി,
ഈ അമ്മച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ പോയല്ലോടാ. എന്താ ഇത്? വർഗീസ് മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറാണോ ഇങ്ങനെ കരയുന്നത്? കുറച്ചുകൂടെ മനസ്സിനൊരു ധൈര്യം വേണ്ടേ? കമാൺ, എഴുന്നേറ്റ്. അമ്മ പോയി സുഖമായിട്ട് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം. കമാൺ കമാൺ കമാൺ. അമ്മാവൻ എന്താ എന്നോട് മിണ്ടാത്തെ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ഇതേവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാ. എന്നോട് മിണ്ടുന്നോ? എനിക്കെന്താ അമ്മാവനോട് മിണ്ടിയാൽ? അമ്മാവൻ എന്റെ അച്ഛനേക്കാൾ പ്രായമില്ലേ? എടി കൊച്ചേ, അത് എനിക്കോ നിനക്കോ തോന്നുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ദേ, ഇവിടെ കുറെ കാലം കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അമ്മമ്മയുടെ സ്വഭാവം അറിയാമല്ലോ. എപ്പോഴും എന്നിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം സൂക്ഷിച്ചോണം. ഗ്രേസി, എന്തോ? ആ, ഞാൻ പറഞ്ഞല്ലോ, ചെല്ലു ചെല്ലു. അല്ല, ഇതാര്? കളപ്പുരയ്ക്കൽ ത്രേസ്യാ കുട്ടിയോ? ദേ, ഇങ്ങനെ അങ്ങ് ചെറുപ്പവാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ചെറുമോനാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല. ആൾക്കാർ നിൽക്കുമ്പോ മുഖത്ത് നോക്കി ത്രേസ്യാ കുട്ടി എന്ന് വിളിക്കും. നീ പോടാ അവിടുന്ന്. ആ, ഞാൻ പോവാ. ഒരുമിച്ചൊന്ന് പള്ളി പോണെന്ന് വെച്ചാ എത്ര തവണ അമ്മാമ്മ നിന്നോടൊന്ന് കെഞ്ചണം. എന്നാ കാറിലോട്ട് കയറ്. എന്താ കാറിലെ പള്ളി പോകാനൊക്കത്തുള്ളോ? വേണം, നടന്നു പോവാ. നീ ആ സ്കൂട്ടർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യ. ദേ, വയസ്സുകാലത്തെ സ്കൂട്ടർ വല്ല ഗട്ടറിലെങ്ങനെ വേണം നടുപടി ഞാൻ പറഞ്ഞേക്കാം. യു ആർ റണ്ണിങ് റോയൽ 67. എന്റെ കൊച്ചുമോൻ ഓടിച്ചാൽ അമ്മാമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല. കാറി പോയാ ആര് കാണാനാ? 10 പേര് കാണട്ടടാ അമ്മാമ്മയുടെ കൊച്ചുമോനെ. Are you sure? Okay. ഹലോ, പള്ളി പോവാ ജോമോന. ആ, അവരാരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ അമ്മമ്മേരെ വിഷ് ചെയ്യുന്നേ. അവരിങ്ങോട്ട് തന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അപ്പൊ തിരിച്ചു കിട്ടും. ഹലോ, ഡേ, കൈകാലോട്ട് പൊക്കിയാലേ സ്കൂട്ടറിന്റെ ബാലൻസ് തെറ്റും. ഞാൻ പറഞ്ഞില്ലെന്നുണ്ട. അമ്മാമ്മ കുറച്ചു കാലം കൂടി ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടടാ മോനെ. അത് കഴിയുമ്പോ മോന്റെ പിറകെ ഇരിക്കാൻ വേറൊരാള് വരും. ആര്? അതാര്? നല്ല കിളി പോലെ ഒരു കൊച്ചു പെണ്ണ്. ആഹാ. അല്ലെങ്കിൽ അമ്മാമ്മ കൊണ്ടുവരും. എന്നാ പിന്നെ ഇപ്പഴഞ്ഞു കൊണ്ടുപോയ എന്റെ അമ്മാമേ. നീ പോടാ അവിടുന്ന്. പോ. കഴിവും ശേഷിയുമുള്ള കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് വലിച്ചെറിയണം. വാശിയോടെ അവർ നീന്തിക്കയറും. എന്തും സഹിക്കാൻ കഴിവുള്ളവരെ കർത്താവ് ഒരുപാട് പരീക്ഷണങ്ങളിൽ പെടുത്തും. ആത്യന്തികമായിട്ട് അവർക്ക് മനസമാധാനവും കൊടുക്കും. ആഗ്രഹിച്ച രീതിയിൽ ജോമോനെ ഡോക്ടറായി കിട്ടിയ ഈ നിമിഷം നിങ്ങൾ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നില്ലേ? ജോമോനെ, നീ ആരെയായി നോക്കി നിൽക്കുന്നത്? അല്ല മാമേ, ഞാൻ അതിലൊരു കുട്ടിയെ എവിടെ വെച്ച് കണ്ട നല്ല പരിചയം പോലെ. അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ജോമോനെ, ഇപ്പൊ നീ അമ്മാമ്മയുടെ കാത്തിരുന്ന സ്വപ്നമല്ല, ഇനിയുള്ള ജീവിതമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അമ്മാമേ, എന്റെ വർഗീസ് കുട്ടി. സത്യം പറയാലേ, ലണ്ടനിൽ 3 വർഷം താമസിച്ചിരുന്ന മുറി വെക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. ഇന്ന് സെമിത്തേരിയിൽ ഡാഡിയുടെയും മമ്മിയുടെയും ശവക്കല്ലറയ്ക്ക് മുമ്പിൽ നിന്നപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല. പിന്നെ അമ്മാമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമമുണ്ടായത്. ഡാഡിയും മമ്മിയൊക്കെ ആണെങ്കിലും കുറച്ചു കാലം ഒരുമിച്ച് കഴിയുകയും അടുത്തിടപെടുകയും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടാകത്തുള്ളൂ. എനിക്ക് എന്റെ വാപ്പയെ പറ്റി ഒരൊറ്റ വികാരമേ ഉള്ളൂ, വെറുപ്പ്. ഈ നാട്ടിൽ നിയമവും കോടതിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഞാൻ കുത്തിക്കൊല്ലുമായിരുന്നു. ഇക്കാക്ക,
എന്തായി പറയുന്നേ? ഓടിയകത്ത് അകത്ത് വാൻ. വാപ്പ ഇവക്ക് 4 വയസ്സുള്ളപ്പോഴാ ഞങ്ങളുടെ ഉമ്മ മരിച്ചത്. 6 മാസത്തിനുള്ളിൽ വാപ്പ അവരെ കല്യാണം കഴിച്ചു. കൊണ്ടുവന്നതോ ഒരു പരമദുഷ്ടേ. ആ സ്ത്രീ ഇവളെ ഇട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് സഹികെട്ടിട്ടാ ഞാൻ പഠിത്തം നിർത്തിയത്. വാപ്പയ്ക്ക് അവരായിരുന്നു വലുത്. അന്ന് ഞാൻ ഇവളുടെ കൈയും പിടിച്ചിറങ്ങിയതാ. അന്ന് മുതൽ ഇന്ന് വരെ ഈ ലോകത്ത് ഞങ്ങൾക്ക് ഒരാളേ ഉള്ളൂ, ഈ കടലമ്മ. എന്താ ഞാനില്ലേ? ഇയാളങ്ങ് ലണ്ടനിലും കണ്ട് കിടക്കുകയല്ലേ വലിയ ഡോക്ടറെ? ആ അതൊക്കെ പോട്ടെ. ഡോക്ടർ ഇന്ന് വളരെ ബിസിയാണ്. രാവിലെ നാടൻ രീതിയിൽ കടപ്പുറത്ത് വിശാലമായൊരു കുളി, വൈകിട്ട് ഐഷാവികത്തിന്റെ വിഖ്യാതമായ മീൻകറിയും കൂട്ടി സമൃദ്ധമായ ഒരു ഊണം. ഓക്കെ? ആ ആയിഷ, കഥ കടച്ചോ. കണ്ടില്ലേ കുറുപ്പേ, രാവിലെ 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയതാ. അവന്റെ വല്ല വിവരം ഉണ്ടോന്ന് നോക്കിയേ. ഇവിടെ അവന് എന്താ ഒരു കുറവുള്ളത്? ആ കടപ്പുറത്തെ കമ്പനിയായിട്ട് എത്ര തവണ ഒട്ടിച്ചേർന്ന് നടന്നാലും അവന് മതിയാവില്ല. അപ്പന്റെ സ്വഭാവവും ഇത് തന്നെ ആയിരുന്നു. എസ്റ്റേറ്റിലേക്കെന്നും പറഞ്ഞൊരു പോക്ക് പോയാ പിന്നെ എത്ര നാൾ കഴിഞ്ഞാ തിരിച്ചു വരാറുള്ളത്? അല്ല, എത്ര തവണ ഇവിടുന്ന് തന്നെ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ഇന്നിങ്ങോട്ട് വരട്ടെ. അല്ല ഡോക്ടറെ, ഒരു സംശയം. ലണ്ടനിൽ വെച്ച് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് കൈ നക്കാൻ പറ്റുമോ? കത്തിമുള്ളുക വേണ്ടായോ? സായിപ്പിന്റെ നാട്ടിൽ എവിടെ കിട്ടും അളിയാ ചട്ടി വെച്ച മീൻകറി? ചട്ടി വെച്ച മീൻകറിയുടെ സ്വാദ് ശരിക്കറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല, കുറച്ചുകൂടെ ശക്തിയായിട്ടത് ഇങ്ങനെ നക്കണം. ഐഷ ബീഗം എന്റെ കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മാമ്മ ആശുപത്രി വെച്ചതിന് പകരം ഞാൻ ഇവിടെ ഒരു ഉഗ്രൻ ഹോട്ടൽ തുടങ്ങും. എന്താ കൂടുന്നു? കൂടുന്നോ? ശരി, ആളെ വിട്ടുതരാം. എനിക്ക് എന്ത് പണി തരും? ആർക്ക്? എനിക്ക്. നിനക്കോ? നിന്നെ കൊണ്ട് അരി വിടുന്നു കാട്ടി. എന്തോ ആട്ടടാ അങ്ങോട്ട്. വീർത്തിരിക്കുക എല്ലാം കൂടെ കുറച്ച് ചൊട്ടി കിടട്ട കയ്യിൽ അങ്ങോട്ട്. നീ ഇരിക്കണ്ട, നിനക്ക് എനിക്ക് അവകാശമില്ല. അവിടുത്തെ അവസ്ഥയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചേട്ടനെ പറ്റി അനിയത്തിയാ. ആ നീ പോയി കിടന്നോ. സാറ് വന്ന് ഊണ് കഴിച്ച് പാത്രം കഴുകിവെച്ചിട്ട് കിടന്നോളാം. സാറ് വരാനൊന്നും കാത്തിരിക്കണ്ട. പാത്രമൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. നാളെ രാവിലെ കഴുകിയാ മതി. പിന്നെ ഈയിടായി ഒരുക്കമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. അടുക്കള പണി ചെയ്യുന്നതിനിടയിൽ തലയിൽ മുല്ലപ്പൂ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ നിന്റെ ഉദ്ദേശം? കടപ്പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനാണോ ലണ്ടനിലേക്ക് ഞാൻ പഠിപ്പിച്ചത്? ഒരു ഡോക്ടറുടെ വല്ല നിലയും വില നിനക്കുണ്ടോ? ഞാൻ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് ആശുപത്രിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ദേ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട. നിന്റെ അപ്പനെ ആദ്യം ഞാൻ കണ്ടത്. ഇത്രയും കാര്യം പറയാനല്ലയോ മനസ്സിൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്? അയ്യോ, അമ്മാമ്മയുടെ ചുണ്ടത്തൊരു ചിരി കിടന്ന് തത്തി കളിക്കുന്ന കണ്ടോ? ഒന്ന് ചിരിച്ചാരണ്ട അമ്മാമേ. എത്ര നേരമായിട്ട് ഈ ആഹാരം എടുത്തു വെച്ചിട്ട് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണമെന്ന് അറിയാം. കൂടും, പ്രഷർ കൂടും. ഡേ ഞാൻ ഒറ്റ ഇരിപ്പിന് ഇവനെ മുഴുവൻ കഴിച്ചേർക്കാൻ പോകും. ഡേ ഫോൺ 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 അമ്മാമിക്ക് ഫോൺ. യെസ്, ഉണ്ണുന്നില്ല സാർ? ഡോക്ടർ വർഗീസിന് നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് പറയണം. അല്ലാതെ തന്നിഷ്ടം പോലെ വരാതിരുന്നാൽ ഇതൊരു ആശുപത്രിയല്ലേ. ആ ഒരു കാര്യം ചെയ്, തൽക്കാലം ഡോക്ടർ തങ്കമ്മയെ വിളിച്ചോ. ആ അമ്മാമ വരുമ്പോ ഞാൻ നിന്നെ ചുമ്മാ ഒന്ന് ചാടിക്കും, പേടിക്കരുതേ. നാക്കുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. നിന്നെ ആരാ അവിടെ വിളിച്ചേ? എന്താ മോനെ? അമ്മാമേ, ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഇവളോട് നിൽക്കേണ്ട ആവശ്യം എന്താ? എനിക്കത് ഇഷ്ടമല്ല. നിന്നെ ഇവിടെ ആര് വിളിച്ചു? അകത്തേക്ക് പോ. ഡോക്ടറായ നിലയും വിലയും കളയരുത്. അല്ല, മോൻ ആഹാരം കഴിച്ചു തീർന്നോ? അമ്മാമ്മയുടെ കൊഞ്ചേറി ഉണ്ടെങ്കിൽ എനിക്ക് എത്ര നേരം വേണം ഊണ് കഴിക്കാൻ? ഞാൻ ഇത് മുഴുവൻ കഴിക്കാൻ പോകും. അയ്യോ വേണ്ട വേണ്ട, നീ ഇപ്പൊ തന്നെ നിറച്ചും കഴിച്ചിട്ടുണ്ട്. എന്നാ കഴിക്കോട്ടെ. ആ ജോമോ നിന്നെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും കാലം കൂടി നാട്ടി വന്നിട്ട്
ഒരു നിമിഷം പോലും അവൻ വീട്ടിൽ നിന്നിട്ടില്ല. ദേ ഇന്ന് തന്നെ രാവിലെ ഇറങ്ങിയതാ. ഇനിയിപ്പോ രാത്രി ഏത് നേരത്താ വന്നു കയറുന്നെന്ന് അറിഞ്ഞൂടാ. നല്ലത് വേണ്ട നേരത്ത് പറഞ്ഞു കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല. ആ ജോമോൻ എവിടെ പോകുന്നു, ആരെയെല്ലാം കാണുന്നു, എന്തെല്ലാം പറയുന്നു, ഇതിന്റെ എല്ലാം ഒരു ഫുൾ റിപ്പോർട്ട് എന്നും വൈകുന്നേരം നീ എനിക്ക് തരണം. അമ്മച്ചി പറയുന്നത് ഞാനൊരു CID പണി നടത്തണം എന്നാണ്. അതെ, അത് ഞാൻ ഏറ്റു. പക്ഷേ ഈ CID പണിയും ആശുപത്രിയിൽ അറ്റൻഡർ പണിയും രണ്ടും കൂടി ഒരുമിച്ച്. അത് നീ വിഷമിക്കണ്ട. ജോമനെ, ഏയ് എന്താ ജോമന, എന്താ കാര്യം എന്താ? നമ്മുടെ വാച്ചില്ലേ ഓൺ ദ റോക്സ് there. ഞാൻ നോക്കുമ്പോ ഇവരൊന്നും മോഷ്ടിക്കാനായിട്ട് തല്ലാതിരിക്കാൻ പറയും. ഇല്ല, വാച്ച് പൊട്ടിച്ചോ. ഞാൻ ഞാൻ വെളിക്കിരിക്കാൻ വന്നതാണ് എന്നൊന്നും പറഞ്ഞു. വെളിക്കിരിക്കാൻ വന്നതാണ്. അവിടെ പാട്ടും പതിയും പാറെടുത്തവർ നമ്മൾ മനസ്സിലാക്കി. നല്ല സമയത്ത് വിസ്തരിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഐ ആം റിയലി സോറി. ഓക്കെ, ഇതെന്ത് പോകാൻ ഉള്ളതൊക്കെ അപ്പോഴേ പോയില്ലേ.